കോർപ്പറേഷനിൽ മേയർ വി രാജേഷിനെതിരെ പ്രതിപക്ഷമുയർത്തുന്ന അവിശ്വാസ പ്രമേയ നീക്കം വെറും രാഷ്ട്രീയ നാടകമായി ഒതുങ്ങുന്നു. കൗൺസിലിലെ സാങ്കേതിക തടസ്സങ്ങളും കോൺഗ്രസ് ഭിന്നതയും കാരണം BJP ഭരണസമിതിക്കെതിരെയുള്ള ഈ അവിശ്വാസം പൊളിയുമെന്ന് ഉറപ്പായി. അധികാരത്തിൽ തുടരുമെന്ന ആത്മവിശ്വാസത്തിൽ മേയർ വി രാജേഷ് പരസ്യമായ രംഗത്തെത്തിയതോടെ പ്രതിപക്ഷം കൂടുതൽ പ്രതിസന്ധിയിലായി. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ കൗൺസിലിലെ മൊത്തം അംഗങ്ങളുടെ 1/3 പേരുടെ ഒപ്പ് നിർബന്ധമാണ്. നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് വെറും 20 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണുള്ളത്. ഈ ദൗർബല്യം മറികടക്കാൻ CPMന്റെ സഹകരണം അനിവാര്യമാണെങ്കിലും കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് CPM തയ്യാറല്ല. പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ CPM തയ്യാറാകാത്തതോടെ ആവശ്യമായ അംഗബലം കണ്ടെത്താനാവാതെ പ്രതിപക്ഷത്തിന്റെ നീക്കം കടലാസിലൊതുങ്ങുകയാണ്. ശിവൻകുട്ടി, മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ഭരണസമിതിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളെ കോമഡി എന്ന് വിശേഷിപ്പിച്ചാണ് മേയർ വി രാജേഷ് തള്ളിക്കളഞ്ഞത്. അവിശ്വാസത്തെ നേരിടാൻ ഭരണസമിതി പൂർണ്ണ സജ്ജമാണെന്നും 2047 വരെ കോർപ്പറേഷനിൽ BJP ഭരണം തുടരുമെന്നുമാണ് മേയറുടെ വെല്ലുവിളി. കൗൺസിലർ സുഗതന്റെ അയോഗ്യതയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കകളെയും ഭരണപക്ഷം പുച്ഛിച്ചു തള്ളുന്നുണ്ട്. നിയമപരമായ നടപടികൾ പാലിക്കുമെന്ന് ഉറപ്പുള്ള ഭരണസമിതിക്ക് ഭരണസ്തംഭനമെന്ന ആരോപണം ബാധിക്കില്ലെന്നും അവർ കരുതുന്നുണ്ട്. മുൻ നിശ്ചയിച്ചതുപോലെ ഈ മാസം 29-ന് തന്നെ കൗൺസിൽ യോഗം ചേരുമെന്ന് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. അജണ്ടകളെല്ലാം ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞു. സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്നും മേയർ ഓർമ്മിപ്പിച്ചു. അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ നടത്തുന്ന സമരങ്ങൾ ജനങ്ങൾക്കിടയിൽ BJPക്ക് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാക്കുമോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ CPM വാതിലുകളിൽ മുട്ടിയിട്ടും ഫലമില്ലാത്തത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. BJP ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലായ്മ ഉയർത്തിക്കാട്ടി സമരം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിലും അത് ഭരണസമിതിയെ താഴെയിറക്കാൻ പര്യാപ്തമല്ലെന്ന് അവർക്കും ബോധ്യമുണ്ട്. BJP ക്യാമ്പുകളിൽ നിലനിൽക്കുന്ന അമിത ആത്മവിശ്വാസം പ്രതിപക്ഷത്തെ കൂടുതൽ ക്ഷീണിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സാങ്കേതിക തടസ്സങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും വി രാജേഷിന്റെ കസേരയ്ക്ക് സുരക്ഷാ വലയം തീർക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ നീക്കം മേയർക്ക് രാഷ്ട്രീയ നേട്ടമായി മാറുകയാണ്.